ഒരു പ്രതികരണം വരുന്നു. ഒരു വലിയ ഷീറ്റ് പേപ്പർ, അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ കാർഡ്ബോർഡോ വല്ലതും ഉണ്ടോ എന്ന് അറിയില്ല. ഒരു വലിയ ഷീറ്റ് പേപ്പർ കാണാം. അതിൻ്റെ മുകളിൽ ഒരു 8-9 ഇഞ്ചോളം വരുന്ന ഒരു വലിയ കവർ, അത് ഷീറ്റൊക്കെ ഇട്ട് ഒട്ടിച്ച് കൊറിയർ പോലെ വച്ചിരിക്കുക. ഇങ്ങനെ നീട്ടി അവരൊപ്പിടാനിങ്ങനെ ശകലം ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു. വെടിവെക്കുന്നത് തടയാനും തക്കവണ്ണം കൈ പൊക്കി. അപ്പോൾ ഈ കൈ പൊക്കണതിൻ്റെ റിയാക്ഷൻ എനിക്ക് തോന്നുന്നത് ഇതെടുത്തത് എന്നേക്കാൾ കൂടുതൽ അവർ കണ്ടു കാണുമോ എന്നെനിക്കൊരു തോന്നലുണ്ട്. അത്ര തന്നെ. ഏതായാലും ഉടൻ കയ്യിൽ വെടി കൊണ്ടു. അതിൻ്റെ കൂടെ 2 വെടി സൈഡിലോട്ട് താഴെ ടിപ്പ് എന്ന് 2 വെടി വെച്ചു. അവിടെ ഉണ്ടെങ്കിൽ കാര്യമൊന്നും കാണാനില്ല. ഇത് കൊണ്ട മുറിവിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കാണണം, പക്ഷെ കാണാനില്ല. ചെവരിലുണ്ടോ അതും എനിക്കറിയില്ല. ശനി ചെയ്യുന്നത് NHM PR. ഇവിടുത്തെ ഹെഡ് ഓഫീസുണ്ട്. പിന്നെ അവർക്ക് ഇവിടെ ഒരെണ്ണമുണ്ട് കണ്ണാശുപത്രിക്കെതിരെ മുകളിലാക്കുന്നിൽ. അതാണ് അവരുടെ ഇവിടെ താമസമുള്ളത്. അവളുടെ ഈ പറഞ്ഞ പുള്ളിയുടെ ഫാദറിനിലാണ് ഞാൻ. എൻ്റെ മകൻ്റെ ഭാര്യയാണ് അത്. അവൻ ഇവിടെ ഇല്ല, അവൻ മാലിയിലാണ്. യാതൊരു പരിചയവുമില്ല. ശരീരം അബ്നോർമലായിട്ട് ഒരു വിൻഡി ചീറ്റർ ഇട്ടിട്ട് മോഹനിങ്ങനെ മറച്ചിട്ടുണ്ട്. വിൻഡി ചീറ്ററിന്റെ ഹുഡില്ലേ, ആ ഹുഡ് സാധാരണ നമ്മളിങ്ങനെ വെറുതെ പേരിനെങ്കിലും വയ്ക്കും, അത്ര തന്നെ. ഇതിങ്ങനെ കൂടുതലും മറച്ചിട്ടുണ്ട്. സ്ത്രീയാണ്, വെൽ ബിൽറ്റാണ്. പുള്ളിയാണെന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത അത്രയും ഹൈറ്റും ഉണ്ട്. മെലിഞ്ഞിട്ടല്ല, വെൽ ബിൽറ്റാണ്. വാഹനത്തിലാണോ വന്നത്? അതറിയില്ല. ഈ ബെല്ലടിക്കുന്നവരെ ഞങ്ങൾക്ക് വെളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരെ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ഈ രക്തം കണ്ടതുകൊണ്ട് അടുത്ത വെടി എനിക്കാണോ എന്ന് വെച്ചിട്ട് ഭാര്യയും മകളും എല്ലാവരും കൂടെ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അത് കാരണം എനിക്ക് ഡോറിന് വെളിയിൽ പോലും ഇറങ്ങാമത്തില്ല. അവർ പിടിച്ചു. അയ്യോ പോവല്ലേ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു. അപ്പോൾ അയൽവക്കക്കാർ ഓരോരുത്തരായിട്ട് ഇവിടെ വരാൻ തുടങ്ങി. അവരിവിടെ വരുമ്പോഴും ആരും പോയതിൻ്റെ ഒരു ട്രേസും ഇവിടെ ഇല്ല, യാതൊരു ട്രേസും ഇല്ല. മോട്ടറോ കാറോ സ്കൂട്ടറിൻ്റെ ഒന്നും ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല വരുമ്പോഴും പോകുമ്പോഴും. എൻ്റെ പേര് ഭാസ്കരൻ നായരുന്നു. എന്നെയാണ് കണ്ടത്. ഡോറ് ബെല്ലടിച്ചു, ഞാൻ പേപ്പർ വായിച്ച് വിട്ടിട്ട് അവിടുന്ന് അടിച്ചു വന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഷിനി ഇവിടെയാണോ? അതല്ലേ ഞാൻ പറഞ്ഞേ. തന്നെ എന്തു വേണം എന്ന് ചോദിച്ചു. ഷിനിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവരിങ്ങോട്ട് പറഞ്ഞത് ഒരു ലെറ്ററുണ്ട്, രജിസ്റ്റേർഡാണ്, അവരൊപ്പിട്ടാലേ കൊടുക്കൂ എന്ന് പറഞ്ഞു. അതേസമയം ഇവിടെ അവർക്ക് മിക്കവാറും ദിവസം 2ഉം 1ഉം കൊറിയർ വരാറുണ്ട്. അതെല്ലാം ആ ഡോറിലെ പേരും ഇതും മൊബൈലിലെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പോവുകയുള്ളൂ. ഞാൻ ആരെന്ന് മാത്രം ചോദിക്കും. ഞാൻ ഇന്ന ആളാണെന്ന് പറയും. അല്ല, അന്യനല്ല, അവരുടെ ഫാദറിൻ്റെയാണ്, അല്ലെങ്കിൽ മാൻ്റെ പേര് വന്നാൽ മാൻ്റെ അച്ഛനാണ് എന്ന് പറയും. അത് വാങ്ങിച്ച് പോകും. സാധാരണ അധികാരം സൈൻ പോലും വാങ്ങിക്കില്ല ഇപ്പോൾ. കാരണം ഈ അഡ്രസ്സ് കറക്റ്റായിട്ടുണ്ടല്ലോ, അത് ഫോട്ടോ എടുത്തു പോകും. യാതൊരു സംശയം എനിക്കില്ല. എൻ്റെ പേഴ്സണൽ സംശയം ഇതാണ്. ഒന്നീ അവർ ഒരു വലിയ ഗുണ്ടാ സംഘത്തിലെ ആൾ ഈ വീട്ടിൽ ആരുണ്ട്, എന്തുണ്ട്, എങ്ങനെയുണ്ട്, ആരെങ്കിലും താമസമുണ്ടോ, നമുക്ക് അറ്റാക്ക് ചെയ്താൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് സെർച്ച് ചെയ്യാമെന്നതാവാം. അതല്ലെങ്കിൽ ഇവരുടെ കഴുത്തിൽ കിടക്കണത് പൊട്ടിക്കാൻ ഇതാ ഒപ്പിട്ട് തരുമെന്ന് പറയും. വലിപ്പവും ഓട്ടവും ഒന്നിച്ച് കഴിയും. ഇവിടെ വരുന്നില്ലേ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട്, സാറേ ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ അഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഞാൻ കഴുത്തിൽ കിടക്കണ കഴിഞ്ഞു. അതുപോലെയുള്ള എന്തെങ്കിലും ആയിരിക്കും. വെടിയേറ്റ ഷിനിയുടെ വീട്ടിൽ നിന്നുള്ള പ്രതികരണമാണ് കണ്ടത്. ഭർത്താവിൻ്റെ അച്ഛനാണ്, അദ്ദേഹമാണ് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞത്. വീട്ടിലേക്ക് രാവിലെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഇദ്ദേഹമാണ്. കൊറിയറുണ്ട്, രജിസ്റ്റേർഡ് കത്തുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരുമകളെ വിളിക്കുന്നത്. അതിനുശേഷമാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ.
രതീഷ്, ഏതായാലും ഈ വീട്ടുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ. ഈ വന്നയാളെ കുറിച്ചുള്ള ചില സൂചനകൾ ഏതായാലും വീട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉയരമുള്ള ഒരു സ്ത്രീയാണ് വന്നത്, മുഖം മുഴുവൻ മറച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം, അതായത് തല മൂടുന്നതിന് തരത്തിലുള്ള ഒരു വസ്ത്രം, ഹൂഡി, അത് ധരിച്ചാണ് വന്നത്. കണ്ണ് മാത്രമേ കൃത്യമായി തന്നെ കാണാം ആയിരുന്നുള്ളൂ എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഈ വീട്ടിൽ എത്തി വീട്ടിലെ ബെല്ലടിച്ചു. സിനിയെ കാണണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ആദ്യം ഇറങ്ങി വന്നത് ഇദ്ദേഹമാണ്, സിനിയുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഇറങ്ങി വന്നത്. അതിനുശേഷം എന്താണ് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സിനിക്ക് ഒരു കൊറിയർ ഉണ്ട്, അത് അവർക്ക് നൽകേണ്ടതുണ്ട്, അത് അവരെ കണ്ട് ഒപ്പ് മേടിച്ചാൽ മാത്രമേ ഇത് നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ കയ്യിലുണ്ടായിരുന്ന കൊറിയർ നൽകുന്ന സമയത്ത് തന്നെ കയ്യിൽ ഉണ്ടായിരുന്ന തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു. അത് ഉടൻ തന്നെ സിനി തടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ കൈക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ 2 വെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ 3 വെടി ഇവിടെ ഈ വീട്ടിൻ്റെ ഈ കാണുന്ന പ്രദേശത്ത് പ്രധാനപ്പെട്ട ഈ മുൻവശത്ത് വെച്ചാണ് ഈ സംഭവമെല്ലാം തന്നെ ഉണ്ടായത്. ഈ സംഭവം നടക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. വിശദമായ മൊഴി അദ്ദേഹത്തിൻ്റെ ശേഖരിച്ചുകൊണ്ട് പോലീസ് ഏതായാലും ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. കമ്മീഷണർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇനി ഏതായാലും കൂടുതൽ പരിശോധനകളൊക്കെ തന്നെ വരേണ്ടതുണ്ട്. ഈ വീട്ടുകാർക്ക് പ്രഥമ ദൃഷ്ടിയ വലിയ സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ഇവർക്കും ആരുമായി തന്നെ വ്യക്തിപരമായ വിദ്വേഷമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആരാണ് ഇത്തരത്തിൽ ഒരു പട്ടാപ്പകൽ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഒരു അസാധാരണമായ ഒരു ശ്രമം നടത്തിയത് എന്നുള്ളതാണ് വീട്ടുകാരും ഏറെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ കൊറിയറൊക്കെ തന്നെ സിനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഇവരെ കണ്ടപ്പോൾ വലിയ തോതിലുള്ള സംശയമൊന്നും ഈ വീട്ടിലെ അമ്മായിച്ചനും തോന്നിയില്ല. അതുകൊണ്ടാണ് സിനിയെ വരാൻ പറഞ്ഞത്. അങ്ങനെ കൊറിയർ ഇങ്ങനെ കൈവശം വാങ്ങുന്നതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഈ പ്രതി സ്ത്രീയാണ്, ഉയരമുള്ള ഒരു സ്ത്രീയാണ്. അതോടൊപ്പം തന്നെ മുഖം മുഴുവൻ മറച്ചിരുന്നു, തല മുഴുവൻ മറച്ചിരുന്നു. ഉയരമുള്ള ഒരു സ്ത്രീ, അവർ ഇവിടെ നിന്ന് ഈ വഴി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സമീപത്ത് കുറച്ചകലെയാണ് അവരുടെ കാർ, അവരെത്തിയിരുന്ന കാർ ഉണ്ടായിരുന്നത്. ആ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാണുന്ന വഴി ചെന്ന് നിൽക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. സിനിയുടേതുൾപ്പെടെ ഒരു 3 വീടുകൾ മാത്രമേ ഈ വഴിയിലുള്ളൂ. ഇതിലൂടെയാണ് അവർ കടന്നു വന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പ്രദേശത്ത് എവിടെയോ വാഹനം തിരിച്ചിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ പോലീസും പറയുന്നത് ഇപ്രകാരമാണ്. ഇതുപോലെ പോലീസ് വാഹനം കിടക്കുന്നത് പോലെ ഈ സമീപത്ത് എവിടെയോ ഒരു വാഹനം ഒതുക്കിയിട്ട ശേഷം നടന്നാണ് സിനിയുടെ ഈ വീട്ടിലേക്ക് അവർ പോയത്. സിനിയുടെ ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ 1, 2, 4 വീടുകൾ മാത്രമേ ഈ പ്രദേശത്ത് ഉള്ളൂ. ഈ വഴി ചെന്ന് നിൽക്കുന്നത് മറ്റൊരു വീട്ടിൽ തന്നെയാണ്. ഈ പ്രദേശത്തുകൂടെ നടന്നു ചെന്ന് ബെല്ലടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സിനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഇറങ്ങി വന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ കൊറിയർ ഉണ്ട്, സിനിക്ക് മാത്രമേ ആ കൊറിയർ നൽകാൻ കഴിയൂ, സിനി ഒപ്പിട്ട് നൽകേണ്ടതുണ്ട് എന്ന് അറിയിച്ചു. അതിനുശേഷം സിനി ഇറങ്ങി വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന കൊറിയർ കൊടുക്കുന്നതിനിടയിൽ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു. 3 വെടി ഉതിർത്തു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. അതിനുശേഷം ഉടൻ തന്നെ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം തന്നെ വലിയ ബഹളം വെച്ചു. അയൽക്കാരെല്ലാം എത്തി അങ്ങനെ സിനിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കയ്യിൽ വെടിയേറ്റതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സാരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.